ഗൈസ് ഞങ്ങളിപ്പോ റിസോർട്ടിലാണ് കക്കാടംപൊയില്. മൊയന്തളൊന്ന് കാണട്ടെ. ആ ഗൂഗിൾ മാപ്പ് നോക്കി മൊയന്തിലൊന്ന് കാണട്ടെ. ഞങ്ങള് അയിക്കൂടെ ഇങ്ങോട്ട് ജോയിന്റ് ആക്കുന്ന റോഡുണ്ട്, അയിക്കൂടെ പോരാൻ എന്തിന് പിന്നെ സംശയം. പിന്നെ ഞങ്ങൾ റോഡ് ഇറക്കി ഒരു മിനിറ്റ്. നമ്മൾ റിസോർട്ടിലെത്തിയിരിക്കണം. ഇതാണ് നമ്മളെ റിസോർട്ട് സ്റ്റേ ചെയ്യുന്നത്. ഫ്രണ്ടിൽ പൂളുണ്ട്, പിന്നെ അവിടെ ഇൻഫിനിറ്റി പൂള്. ഷാനു ഇതാ ഫോട്ടോ എടുക്കണേ. ഷാനു ഓരോ പെണ്ണുങ്ങളും അന്ന 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 തള്ളയാണ് ഫോട്ടോ എടുക്കണേ. ഫ്രെയിം നോക്കി ഫ്രെയിം. അടുത്ത നോട്ടെ. ഓ അന്ന 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 ഓ നല്ല സൺസിറ്റി. ഓ എന്താ ഈ ട്രിപ്പിനെ കുറിച്ച് ആന്റിക്ക് എന്താ പറയാല്ലേ? എങ്ങനെയുണ്ട് ട്രിപ്പ്? എങ്ങനെയുണ്ട്? ആ അതെ ഞങ്ങളിപ്പോ എത്തിയിട്ടുള്ളൂ. സാധനങ്ങളൊക്കെ കൊയിനാടി. പഴം പിന്നെന്താ പഴം എന്തൊക്കെ? ഞാൻ അവിടെ യൂട്യൂബറാണ്. എന്താണ് ഹർഷ പറയാല്ലേ? എന്ത് പറയാല്ല. എന്താ കാണി അടിപൊളിയാണ്. കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. നിങ്ങളെ കുട്ടികളൊക്കെ ഇപ്പൊ എത്തും. എന്താണ് റിസോർട്ടിനെ കുറിച്ച് എന്താ പറയാ? റിസോർട്ടിനെ കുറിച്ച് എന്താ പറയല്ലേ? ഓക്കെ, അപ്പൊ നമ്മക്ക് ലഗേജ് എന്തെങ്കിലും ഉണ്ടാവാൻ വേണ്ടി ഞാൻ തക്കാളി എന്താണ് പറയാല്ലേ? നന്ന മല. ഓ പടികൾ കുറച്ചുണ്ട്, കുറച്ച് തോനെ പടികളുണ്ട് കേട്ടോ. ലഗേജ് നോക്കി കേറി രാജോ കേറിക്ക. ഈ വയസ്സാകാലത്ത് ലഗേജ് കുറിച്ച് നോക്കി അതിന്റെ ആരോഗ്യം ഉണ്ട്. നോക്കി നടന്നോളി. ഒക്കെ താഴത്തൊക്കെ ഇവിടക്കി ടൈഞ്ഞുള്ളൂ. ഇവിടുത്തെ വ്യൂ കാണണം നിങ്ങൾക്ക്. അടിപൊളി വ്യൂ ആണ്. കാണിച്ചു തരാം. ആ ഓക്കെ. ഇതാണ് എന്റെ ഗ്രാൻഡ്മ. എന്താ അമ്മമ്മ ട്രിപ്പിനെ കുറിച്ച് എന്താ പറയല്ലേ? ഇമ്മമ്മ ഒന്നും ഉണ്ടല്ലോ. ഇമ്മമ്മക്ക് ക്യാമറയിൽ നിൽക്കുന്ന ഇഷ്ടമല്ല. ഇതാണ് ചെറിയ ആന്റി. ഇതാണ് അമ്മോനെ എത്ര വയസ്സ് വെച്ച് നിങ്ങൾ ഗസ് ചെയ്യും. ഓ അന്ന ഇതെങ്ങനെ കാണണ്ടോ? ഇതൊരു അവിടെ നിന്നോ റൂം തരംതിരിക്കുക. ചടങ്ങാണ്, വൻ ചടങ്ങാണ്. സ്റ്റെപ്പ് ഇങ്ങനെ കയറണം. ഞങ്ങളെ ധാർ റോക്സ് മഹേന്ദ്ര.
തക്കാളി റൂം ഇതാ തക്കാളി തക്കാളി ഓ എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചാണ് ഓ ഐസ ഐസ ടാറ്റു ആ വാ 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 ഐസ വാ വ്യൂ ഓക്കെ വ്യൂ ഇന്നുണ്ട് കാണാനുണ്ട് ആ ഇത് നിങ്ങള് ഞങ്ങൾ സെയിലാക്കണോ ഇതാർത്താ ഇതാർത്താ 104 കപ്പിൾസിന് കപ്പിൾസ് ഗായ്സ് ഇപ്പഴത്തെ കല്യാണം കപ്പിൾസ് തുറയുന്നില്ല ലോക്കായി കിട്ടണില്ല ആ കിട്ടി ഓ എന്തൊരു വിശാലത അപ്പുറത്തെ റൂം നമ്മൾ കാണിച്ചു കൊടുക്കാം നല്ല അങ്ങോട്ട് വ്യൂ ഞാൻ കാണിച്ചാൽ നല്ലൊരു വ്യൂ ഉണ്ട് ഓ അമേസിംഗ് ഓ അടിപൊളി നമ്മള് വ്യൂ കാണിച്ചാലോ ഒരു വ്യൂ നമ്മള് റിസോർട്ടിലെത്തി വ്യൂ കാണിച്ചാലോ വ്യൂ കാണിച്ചു കുട്ടികളെ ശ്രദ്ധിക്കുന്നുണ്ടോ അതില് ഓ അമേസിംഗ് ഓ നല്ല വ്യൂ ആണ് ഇന്നുണ്ട് കാണാൻ ഇന്നുണ്ട് ഇൻഫിനിറ്റി ഫുള്ളാണ് 1 മണിക്കൂർ ആ സാധനം കിട്ടിയിട്ടുള്ളത് പരിപാടി കണ്ടില്ല അടിപൊളി പരിപാടിയാണ് റിസോർട്ടിലാണ് ഭയങ്കര എൻജോയ്മെന്റ് പരിപാടി മുതുക്കന്മാരാണ് ഈ സ്ഥാനത്ത് കൂടി പോണേ 2-3 വയസ്സുള്ള കുട്ടികൾ 3 കുട്ടികളെ തള്ളേണ ചാടി പോണേ പരിപാടിയൊക്കെ കഴിഞ്ഞ് അടിപൊളിയായിട്ട് നല്ല അടിപൊളിയാണ് പഴംപൊരിയും ചായ അടിച്ചു ഇതാണ് നമ്മൾ താമസിക്കുന്ന കോട്ടേജ് ഉണ്ണിയപ്പം പഴംപൊരി പെരീന്ന് ഉണ്ണിയപ്പത്തിന് വേണ്ടി തല്ലുകൂടണം പൂളിനടക്കം ഡെലിവറിയാണ് ഫുൾ ഡെലിവറി
കൊയ്സ ഒളിച്ച് നിന്ന് ചായ കുടിക്കണ കണ്ടോ. പെരിയിലുണ്ടാക്കിയ നല്ല ഉണ്ണിയപ്പം പഴംപൊരി കഴിഞ്ഞു പാത്രം കഴിഞ്ഞു. കഴിഞ്ഞാണ്ട് എല്ലാവരും ചായവിടെയൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ മതിലിൽ കഴിക്കാത്തതുകൊണ്ട് പക്കാവട കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സമാധാനപരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലിരിക്കുകയാണ്. ഒരാൾ കുട്ടിക്ക് ചോറ് കൊടുക്കുന്നു, ഒരാൾക്ക് എന്താ കളിക്കണമെന്ന് തന്നെ അറിയാതെ കളിക്കുന്നു. എന്ത് പക്കാവട വേണ്ടേ? ഞാനും മധുരം കഴിക്കാത്തതുകൊണ്ടേ പക്കാവട വെയിറ്റ് ചെയ്യുന്നു. എന്ത് കളിയാ കളിച്ചാൻ വയ്ക്കാർക്കും? എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും ഇങ്ങനെ ഒരു വെറുപ്പിക്കുന്ന ഒരാൾ. ആ ടിങ്കു മിങ്കു ഇതാണ് ഞങ്ങൾ ഐശു. മുങ്ങിയോ? ഇതാണ് ഞങ്ങൾ ഐശു ബേബി. ജയന നോക്കിയോ എങ്ങനെ പോണ്? എങ്ങനെയുണ്ട് പരിപാടികളൊക്കെ? ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട്. അന്നയില്ല ഓ ആട്ടി തരുന്ന പ്രശ്നം ഇല്ലല്ലോ. കൊറേ ഫോക്കസ് ഇല്ലടാ ഇതില്. അതെ കുന്നിന്റെ മുകളിലും പൂത്തി തീർന്നോ? ഈ സമയത്തോ വണ്ടി താഴെ മതിയോ? ഫോട്ടോ എഡിറ്റിംഗ് സിം അത്ര വേണ്ട. മതി. അപ്പൊ ഇതാണ് നമ്മളെ നൈറ്റ് ലുക്ക്. നല്ല അടിപൊളി ആംബിയൻസ്. എല്ലാവർക്കും ഇരുന്ന് വട്ടത്തിലിരുന്ന് ഊക്കാം. യെസ്, നല്ല ആംബിയൻസ് ഉണ്ട്. ക്യാമ്പ് ഫയർ അടിക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. അല്ലേ സംഭവം ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട്. നല്ലൊരു സൈലന്റ് അറ്റ്മോസ്ഫിയർ അല്ലേ? നല്ല രസമുണ്ട്. ചെറിയ ഹട്ട്. സംഭവം നൈസ് അല്ലേ? സ്നാപ്പ് എടുക്കാൻ സ്വന്തം ഭർത്താവിനെ ഫ്രെയിം ഒന്ന് ഒഴിവാക്കി ഒരാൾ.
സംഭവം താഴെയാണ്. പ്രോപ്പർട്ടി സംഭവം കൊള്ളാല്ലേ? നമ്മള് ഇത്രക്ക് പ്രതീക്ഷിച്ചില്ലല്ലേ? വീഡിയോയില് കണ്ടപ്പോ നമ്മൾ ഇത്രക്കൊന്നും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പക്ഷെ അതിലാ നന്നായിട്ടുണ്ട്. ഇത് എന്റെ 3ാമത്തെ അല്ല 4ാമത്തെ താത്ത സുലൈഖ. സുലൈഖക്ക് എത്ര കുട്ടികളാണ്? 2 പെൺകുട്ടിയും 2 ആൺകുട്ടിയും. ഇതെന്റെ വലിയ താത്ത മുന്താസ് ബീഗം. വായത്തണ്ട് പോലെ കിടക്കണതാണ് യൂസ്പാജി. ക്ഷീണിച്ച് കിടക്കുകയാണ്. ഫാമിലി വിത്ത് കണ്ടില്ല, നേരത്തെ കാണുമ്പോൾ ഈ ഒരു വൈബ് ഉണ്ടായിരുന്നില്ല. അല്ല പറ അടിപൊളിയാണെന്ന് പറയാൻ പറഞ്ഞു. കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. ഈ റിസോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. റൂമും നല്ല ഇതൊക്കെ ഉണ്ട്. എത്ര ആൾക്കാർക്ക് വേണമെങ്കിൽ വരാം. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ നമ്മള് ചിക്കൻ ചൂടാൻ പോവാണ്. സമയെടുക്കും, ചൂടാൻ സമയെടുക്കും. നിങ്ങള് ചൂടാൻ നിക്ക. അപ്പൊ നമ്മളൊരു 5 മിനിറ്റ് ആവും. 5 മിനിറ്റ് നമുക്ക് ഈ പാർക്കൊക്കെ ഉണ്ട്. അവിടെ പാർക്കുണ്ട് കേട്ടോ. അവിടെ പാർക്കുണ്ട്. എന്നാലേ ചൂടാൻ സമയം എടുക്കും. ഓലി ചൂടാൻ കയറിയാ പറ്റും. നമ്മള് തുടങ്ങി കഴിഞ്ഞ് കൊറേ ഉണ്ടാവും. നമുക്ക് അപ്പത്തിന് അവിടെ പോയി എന്തെങ്കിലും കളികളും കളിക്കാം. യെസ്, എന്നാ വരും. നമുക്ക് നമ്മളെ പരിപാടികൾ നോക്കാം. നമുക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റിലേക്ക് പോവാം. ഇതാണ് എന്റെ വലിയ മുത്തച്ഛി. യെസ്, ഇത് എന്റെ 3ാമത്തെ താത്ത നൂർജഹാൻ. ഇത് എന്റെ അവസാനത്തെ താത്ത. എവിടക്കാ പോണു? ഇവിടെ ഇരിക്ക. നമ്മളെ ബോക്സ് എടുത്തിട്ട് വാ. ഇവിടെ ഇരിക്ക. അങ്ങോട്ട് വാ. അങ്ങോട്ട് വാ, എല്ലാവർക്കും ഇരിക്കാം. സച്ച ഗ്രില്ല് ഒരാടെ വേറെ ടീം ഗ്രില്ല് ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് നടക്കുള്ളൂ. ഈ അവിടുന്ന് ബോക്സും മൈക്കും തരാൻ പറ. ഇവിടുക്കാണ് വീനോ, ഒന്ന് ചെല്ല്. അല്ലേ ഓല് ഗ്രില്ല് ചൂടായ നമുക്ക് സുഖമായില്ലേ? അതിന്റെ മേലെ പെട്ടെന്നിട്ട് പരിപാടി ഓലത്ത് കയറിണ്ട്, ഞമ്മക്കും കയറിണ്ടല്ലോ. അങ്ങനെയല്ല പറഞ്ഞതേ, ഓലത് ചാലോയി കഴിഞ്ഞാലേ നമ്മളെ ഒരു അടിപൊളി സർപ്രൈസ് വീഡിയോ കൊണ്ടാ വരുന്നേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ആർക്കും അറിയാത്തൊരു സംഭവമാണ്.
ഈ ഗിഫ്റ്റ് കിട്ടുന്ന ആൾക്ക് തന്നെ അറിയില്ല എത്രയും വലിയൊരു ഗിഫ്റ്റ് ഉണ്ടെന്ന്. ആ പെൺകുട്ടിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 2 ദിവസം മുമ്പ്. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിന് പകരം ഓളമ്മ ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. കാണല്ലേ പരിപാടി? അതെ, അതിന് മുമ്പ് ഈ പരിപാടി ഒന്ന് കാണാം. ബാ ബാ നമ്മളെ ചെറുക്കന്മാരെ കണ്ടുപിടിച്ച എല്ലാരും ഇവിടെ വന്നിരിക്കേ. എന്താ വേനോ കണ്ട പെണ്ണുങ്ങൾക്കും ചാറ്റ് ചെയ്തിരുന്നോ? നമ്മളൊരു സർപ്രൈസ് കൊടുക്കാൻ പോവാണ്. നമ്മളെന്ത് സർപ്രൈസ് കൊടുക്കണേ? എന്തിനാണ് മോതിരം കമ്മലും? അതും സ്വർണത്തിന് 1,00,000 രൂപയാണ്. 1,00,000 രൂപ സ്വർണത്തിന് കടന്നപ്പോഴും സ്വന്തം മകളോടുള്ള സ്നേഹം കൊണ്ട് അവളുടെ ബർത്ത്ഡേക്ക് എന്തൊക്കെയാ കൊടുക്കണേ? കമ്മലും മോതിരം. നെട്ടുന്ന കാര്യം, നെട്ടുന്നത് വെറുതെ ലക്ഷങ്ങൾ പൊട്ടിച്ചിട്ട്. ഇങ്ങടെ കാണി, ഇവിടെ ഒരു അടിപൊളി സംഭവം നടക്കാൻ പോവാണ്. ഇപ്പൊ ഈ കൂട്ടത്തിൽ ആരും ഒരിക്കലും വിചാരിക്കാത്തൊരു സംഭവം നടക്കണേ. നിങ്ങളെ തലയിൽ കജ്ജെക്കും ഇവളിങ്ങനൊക്കെ ചെയ്യുന്നത്. അത്രക്കും വലിയൊരു സംഭവം. അതെ, ഡാൻസ് കളിക്ക്. ആ ഡാൻസ് ഇപ്പൊ ഡാൻസ് കളിക്കാം. ഓണാക്കി അതെ. പാട്ടിട്ടോ, പാട്ടിട്ടോ. आज तुझे आज हो गया
ഇതാ വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് പോകുന്നത്. ഇതവിടെ ലുലു കറിയാണ്. ലുലു ഓപ്പൺ ചെയ്യ്. ലുലു കറിയാതെ ഓപ്പൺ ചെയ്യ്. ഈ വൈകാരിക നിമിഷത്തിൽ എന്താ പറയുള്ളത്? പറയൂ. ഈ അതും സ്വർണ്ണ ലക്ഷങ്ങളുടെ വില കിടക്കുന്ന സമയത്താണ് ഈ ഗിഫ്റ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിനൊരു കോടിയുടെ പറയൂ. ഇഷ്ടമായോ? ഗിഫ്റ്റ് ഇഷ്ടമായോ? ഡബിള് അടുത്തവും സ്വർണ്ണം. ഇത് പിന്നെയും വന്നിരിക്കുന്നു. മോളെ പ്രതീക്ഷിച്ചോ? എങ്ങനെയുണ്ട് അനുഭവം? എങ്ങനെയുണ്ട്? അതും 1 ലക്ഷം കടന്ന സമയത്ത് സ്വർണ്ണത്തിന്. ഇത് എൻ്റെ അമ്മ അങ്ങനെ ചെയ്യുന്നു വിചാരിച്ചിരുന്നു ഇല്ലല്ലോ. അതാണ് ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കണ്ടിട്ട് എന്താണ് തോന്നിയത്? കണ്ണറിഞ്ഞു പോയി. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ട? ഒരു ഉമ്മയുടെ സ്നേഹമാണ് മനസ്സിലാക്കേണ്ടത്. ശൈല എങ്ങനെയുണ്ട്? എന്താണ് മകൾക്ക് സ്വർണം കൊടുക്കാനുള്ള ഒരു പ്രചോദനം? അത്രക്കും നല്ലൊരു മകളാണോ? ഉമ്മമാർക്ക് എന്തോ അവനെ മക്കൾ നല്ല തന്നെയല്ലേക്കും. അതെ. അപ്പൊ നമ്മൾ നല്ലൊരു അടിപൊളി മുഹൂർത്തത്തിലൂടെയാണ് ഇപ്പൊ നമ്മൾ കടന്നുകൊണ്ട് നമ്മൾ ഓരോ നിമിഷവും നമ്മൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുക. ഓരോ നിമിഷം നമ്മൾ അടിപൊളിയാക്കിക്കൊണ്ടിരിക്കുക. നമ്മളെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാല് അൽഫാം ഉണ്ടാക്കാൻ പോവല്ലേ? ഓക്കെ, ഞാൻ എടുത്തോളൂ. അൽഫാം ഗ്രില്ല് ചെയ്യാ. ഇല്ല പൊറോട്ട. യെസ്, ഇനി മതി. അതിലൊന്ന് തട്ടണം. അതിന്റെ ആവശ്യമല്ല. ഇതിനെ മേലേക്ക് വെച്ചു കൊടുത്താൽ മതി. നിക്ക്. എടാ ഇപ്പം എൻ്റെ ചെരുപ്പുണ്ട് ഇവിടെ പുറത്തിട്ടിക്കണം. അതൊന്ന് കൊടുന്നില്ല. ഈ ഷൂ ഒന്ന് മാറ്റാണ്. അല്ലെ ഷൂ ആയിരുന്നു. ചിക്കൻ പീസാണ്. ഓല് ക്ലീൻ ആക്കി തരേണ്ട വെച്ചു. പക്ഷെ ഇത് കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈകൾ വെച്ച് അത് കുഴപ്പമില്ല. ഇതിൻ്റെ മേലെ വെച്ചാൽ മതി. കിടക്കാം, അത് പ്രശ്നമില്ല. ഇതിൻ്റെ മേലെ വെച്ചാൽ പോരെ നമുക്ക്. വെച്ചാൽ മതി. അല്ലേ ഇതിമ്മ ഇങ്ങനെ വെച്ചെടുത്താൽ മതി. ഒരു പീസ് വെച്ചാൽ മതിയല്ലോ. അതല്ല ഒന്നും ഇല്ല. ഈ സാധനം ഒന്ന് ഇങ്ങോട്ട് നീക്കി തരുമോ? ഇപ്പൊ ഇതിൽ ചൂടുണ്ട്. ഇപ്പൊ കയറിയേണ്ട ആവശ്യമില്ല. ഇതില്ല. മറ്റേ വെക്ക് തവ ഉണ്ട് പറഞ്ഞിരുന്നു ഇവിടെ. പെട്ടെന്നാവും. ജസ്റ്റ് ഈസി. വലിയ പീസിലെ ചുരുങ്ങുമോ? ഞാൻ പരിപാടി സെറ്റുമ്പോൾ തന്നെ 3 3 6 12 13 സെറ്റ് പോകും.
13 അൽഫാം പീസ് കിട്ടും. 14 ഉണ്ടോ? അല്ലേ അത് ആട്ടേണ്ട ആവശ്യമില്ല. ഫാനുണ്ട്. 1 മിനിറ്റ്. ആ ഇത് പെട്ടെന്നുണ്ട്. ഈ സാധനം പൊക്കി ഇത് പൊക്കി. ആ ഇട്. ആ മതി ഇനി ഒന്ന് ലെവലാക്കിക്ക. കൊണ്ടാത്ത ആ പേപ്പർ ഇച്ചാട്ടെ. അതാട്ടെ. ആ ഇത് തന്നോ. അതോട് പിടിച്ചോ. ഇങ്ങോട്ട് ലെവലാക്കട്ടെ. നീ കുറച്ചുകൂടി ഇട്ടോ. ആ മതി നീക്കോ. എല്ലായിടത്തേക്കും നീക്കോ. യെസ്, അപ്പം നമ്മൾ അൽഫാം ആയിരിക്കുകയാണ്. സാധനം സെറ്റാണ്. കുട്ടികളൊക്കെ അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെഡി ആയി. പൊറാട്ടി അൽഫാം എടുക്കല്ലെന്നാ. കണ്ണീരൊന്നും വേണ്ട, മനക്കൊള്ളും നോവും വേണ്ട, അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ. നിങ്ങും നെഞ്ചെടുക്കിൽ തീരയാൻ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാരാഗമില്ല. ഞാൻ പൂമരത്തിൽ വളരും കുഞ്ഞുമുട്ടേ, മെല്ലെ പൂവിരി. എല്ലാരും പേരും അടിയാണ്. ഏനുണ്ട് പുട്ടേനുണ്ട് അല്ലേ? നമ്മള് അൽഫാം ഉണ്ടായിട്ട് ആദ്യമായിട്ടില്ല. എത്ര ടേസ്റ്റ്. രണ്ട് പീസ് ഞാൻ കഴിക്കും. സ്പെഷ്യൽ പീസ് ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ പീസ്. കണ്ടില്ല, മസാല ഒക്കെ കുറവായി. ഗുഡ് മോർണിംഗ് ഗായ്സ്. കാരണം എത്തിച്ച് ഇന്നലെ കിടക്കാൻ നല്ല ലേറ്റായി. ഓരോ ഗെയിമൊക്കെ കളിച്ച് കൊച്ചിമ്പിളൊക്കെ ഉണ്ടാക്കി എല്ലാവരും ഭൂമി വിലുങ്ങാന്നേത് മേലമ്മാരത്തെ കളിയാണ്. രാവിലെ തന്നെ ഉപ്പായിരുന്നു. വെള്ളം കുളിച്ചണോ? ആ അല്ല ഇവിടെ അന്തെടുത്തിട്ട് വാ. അങ്ങനെ നമ്മൾ ബൈക്ക് അതാക്കണം. അവിടെ വണ്ടി കാണാൻ ലുക്ക് തന്നെ കേട്ടോ. ഷട്ടുമണി അവിടെ കുട്ടീനെ കളിപ്പിക്കത്തു. ഡാഡി ഒന്ന് കോട എങ്ങനെയുണ്ട്? വീഡിയോയിൽ കണ്ട കോട എവിടെ? ഞങ്ങൾ വന്നപ്പോ ഒരു കോടയില്ല, ഒന്നുമില്ല. ഇതെല്ലാം കക്കാടം പോയി. ഞങ്ങൾ കണ്ട കക്കാടം. പക്ഷെ അതിന് മഴ വേണേ.
മഴണ്ടെങ്കില് ആ പക്ഷേ പീനാക്കിള്ളാരെ കുറച്ചുകൂടി സ്പേസ് കൂടുതലുണ്ട്. ഓരോരുത്തർ എണീറ്റ് വരാൻ തുടങ്ങി. ഇത് അണക്കുള്ള കുട്ടികളാ? അത് അണക്കുള്ള ഫുഡാ കുട്ടികളാ? ഓരോരുത്തർ എണീറ്റ് വരുന്നുണ്ട്. ആദ്യം ഒരാൾ മാത്രം ഉണ്ടായിരുന്ന ഊഞ്ഞാലേനു, ഇപ്പൊ 4 ആളായി. അപ്പുറത്ത് ഇതാക്കണ ഒരു വെള്ളിയും വന്നിരിക്കണ്ടേ, പോക്കാച്ചി വേണു. ഇനി ഇങ്ങനെ വരും ഓരോരുത്തര്. അവര് ഫോട്ടോ എടുത്ത് കൊടുക്കേ. വെള്ളയും ഒക്കെ കുത്തി വന്നതല്ലേ. 8 മണി 8 മണി ഇപ്പൊ ഇരുന്ന് പിടി. ഇപ്പൊ സമാധാനത്തിലിരിക്കുന്നു. ഇപ്പൊ കാണിക്കാതെ ഇപ്പൊ ഛർദിച്ചു. കൊഴപ്പല്ല, അടിപൊളിയാണ്. പക്ഷെ കോടല്ല കണ്ടോ എന്നെ കോട? മെസ്സേജ് വിടണോ? മെസ്സേജ് വിട്ടതാരെ ഫോം വിളിച്ചു ചുട്ടു. അതാ അതാ ചുട്ടുവിന് ചെറിയ പേടിയൊക്കെ ഉണ്ട്. പുള്ളിക്ക് 2ാമത്തെ പ്രാവശ്യം രാവിലെ 9 മണിയാകുമ്പത്തിന് പോവാ. ഐസ അതെ ഇജ്ജൊക്കെ അതാ ഓടണു അങ്ങോട്ട്. ഇജ്ജ എടാ പുതിയ ഡ്രസ്സൊക്കെ എടുത്തുക്കണു. കുളി കഴിഞ്ഞിട്ട് ഇടാനാ. അപ്പൊ ഇതാണ് നമ്മളെ പൂള്. ഇന്നലെ ചിലപ്പോ ശരിക്കും ഇങ്ങനെ എടുത്തിട്ടുണ്ടാവില്ല. നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ്. കുളിക്കുമ്പോ അറിയാ തണുപ്പുണ്ടോ അല്ലേ. അതുകൊണ്ട് ഒരു വാട്ടർ ജമ്പാണ് ലക്ഷ്യം. നോക്കാം, വാട്ടർ റെസിസ്റ്റന്റ് അല്ലേ. ഈ ഫോണ് മൂഞ്ചും. അപ്പൊ ഗൈസ് നമ്മളെ പരിപാടി ഇന്നത്തോടെ അവസാനിച്ചിരിക്കുന്നു. പോവാടപ്പോ അതെ പോവാൻ വേണ്ടി എല്ലാവരും എങ്ങനെയുണ്ടായിരുന്നു ടൂർ? എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? കോർഡിനേഷൻ്റെ ഒക്കെ അടിപൊളിയായിരുന്നു. എന്താണ് നമ്മളെ ട്രാവലിന്റെ പേരെന്താ? ട്രാവൽസിന്റെ പേരെന്താ? ട്രൈറ്റൂഡ്. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ടൂർ? എങ്ങനെയുണ്ടായിരുന്നു? അനുഭവങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? സ്കൂൾ എങ്ങനെയുണ്ടായിരുന്നു? ആംബിയൻസ് എങ്ങനെയുണ്ടായിരുന്നു കുട്ടി? എന്താ കുട്ടിയുടെ പേരെന്താ?